നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക സംസ്ഥാന കമ്മിറ്റി കൂടി അംഗീകരിച്ചാൽ അന്തിമമാകും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും എതിർപ്പുകളും യോഗത്തിൽ ചർച്ചയാവും. എന്നാൽ പട്ടികയിൽ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ്. സംസ്ഥാന കമ്മിറ്റി കൂടി അംഗീകരിച്ചാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. KK ശൈലജയുടെയും PK ശ്യാമളയുടെയും അടക്കം സ്ഥാനാർത്ഥിത്വത്തിൽ വിയോജിപ്പുകൾ ഉയരാനുള്ള സാധ്യത നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട്. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടി അണികൾക്കുള്ള പ്രതിഷേധം സാമൂഹിക മാധ്യമങ്ങളിലൂടെ തുടരുകയാണ്. വിജയസാധ്യത കുറഞ്ഞ പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കുന്നതിലും അതൃപ്തിയുണ്ട്. പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന മുതിർന്ന നേതാവ് G സുധാകരൻ്റെ നിലപാടും ചർച്ചയായേക്കും. പാർട്ടിയിൽ തുടർന്നുകൊണ്ട് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും 63 വർഷം നീണ്ട പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്നും ബുധനാഴ്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുധാകരൻ അറിയിച്ചത്. കണ്ണൂരും പാലക്കാടും ആലപ്പുഴയും ഉൾപ്പെടെ പല ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുത്തൽ വരുത്തിയിരുന്നു. വിവിധ ജില്ലകളിൽ പാർട്ടിയിൽ വിമത സഖ്യങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. പാലക്കാട് മുൻ MLA PK ശശി അടക്കം മുതിർന്ന CPM നേതാക്കളുടെ ആശീർവാദത്തിലാണ് ഇത്തരം കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നത്. രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ പ്രശ്നങ്ങളും ചർച്ചയായേക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്തയിലേക്ക്. വിശാഖപട്ടണത്ത് നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഇറാൻ നാവികസേനയുടെ കപ്പൽ US ആക്രമിച്ച് തകർത്ത സംഭവത്തിൽ പ്രതികരണമില്ലാതെ ഇന്ത്യ. ഇറാൻ നാവികസേനയുടെ IRIS ദേന എന്ന കപ്പലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയ്ക്ക് സമീപം US മുങ്ങിക്കപ്പൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നത്. ആക്രമണത്തിൽ 87 ഇറാൻ നാവികർ കൊല്ലപ്പെട്ടതായാണ് ശ്രീലങ്ക പറയുന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച സൈനിക അഭ്യാസത്തിനെത്തി മടങ്ങുകയായിരുന്നൊരു കപ്പൽ തകർക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നത് എത്രത്തോളം നയതന്ത്രപരമാണ് എന്ന ചോദ്യമാണ് ഉയർന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ കപ്പൽ തകർക്കപ്പെട്ട സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീലങ്കൻ പാർലമെൻറ്റ് അംഗവും മുൻ പ്രസിഡന്റ് മഹിന്ദ രജപക്സെയുടെ മകനുമായ നമൽ രജപക്സെ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും സംഭവത്തിൽ ആശങ്കപ്പെടാനുണ്ടെന്ന് നമൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തിൻ്റെ നടപടി ശ്രീലങ്കയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നുവോ എന്ന് വ്യക്തമാക്കണമെന്നും നമൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനെതിരെ യുദ്ധത്തിൽ ഇന്ത്യൻ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. മുൻ US ആർമി കേണൽ ഡഗ്ലസ് മക്ഗ്രേഗർ ഒരു അമേരിക്കൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ഇത് തള്ളി വിദേശകാര്യ മന്ത്രാലയം പിന്നാലെ രംഗത്തെത്തുകയായിരുന്നു. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുക മാത്രമാണ് ഇതുവരെ ഇന്ത്യ ചെയ്തിട്ടുള്ളത്. ആയത്തുള്ള ഖമേനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ പ്രതികരണങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അഭാവം ചർച്ചയായിരുന്നു. അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള വിധേയത്വമാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ മൗനത്തിന് കാരണമെന്ന വിമർശനമാണ് ഉയരുന്നത്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച സൈനിക നീക്കത്തിന് അമേരിക്കൻ സെനറ്റ് പിന്തുണ നൽകിയിരിക്കുകയാണ്. ഇതോടെ ഇറാനിലെ സൈനിക നടപടികളുമായി ട്രംപിന് മുന്നോട്ട് പോകാം. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിക്കപ്പെട്ട ഉഭയകക്ഷി പ്രമേയം സെനറ്റ് വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. 47-നെതിരെ 53 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. 100 അംഗങ്ങളുള്ള സെനറ്റിൽ ഡെമോക്രാറ്റ് അംഗങ്ങളാണ് പ്രമേയം കൊണ്ടുവന്നത്. ഇറാനെതിരായ ഏതു സൈനിക നടപടിക്ക് മുമ്പ് ട്രംപ് US കോൺഗ്രസിൻ്റെ അനുമതി തേടണമെന്നായിരുന്നു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 47 പേർ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ 53 പേരാണ് എതിർത്ത് ട്രംപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. സൈനിക നടപടികൾ ആരംഭിച്ച് 5 ദിവസം പിന്നിട്ടപ്പോഴാണ് സെനറ്റിൽ വിഷയമെത്തുന്നത്. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും സൈനിക നടപടി അനിവാര്യമാണെന്നുമുള്ള ട്രംപിൻ്റെ വാദത്തെ സെനറ്റ് അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ നിയമനിർമ്മാണ സഭയുടെ പിന്തുണയോടെ ആക്രമണം ശക്തമാക്കാനാണ് വൈറ്റ് ഹൗസിൻ്റെ നീക്കം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ആക്രമണം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ ആശുപത്രികളും സ്കൂളുകളും പാർപ്പിട മേഖലകളും വ്യാപകമായി തകർക്കപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ച ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1045 കടന്നിട്ടുണ്ട്.
ഇതിനിടെ തുർക്കി വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ നാറ്റോ വ്യോമസ് പ്രതിരോധ സേന വെടിവെച്ചിട്ടു. സംഘർഷം ആഗോള വിപണിയെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അടച്ചുപൂട്ടിയതോടെ ലോകത്തെ എണ്ണവാതക വിതരണം പൂർണ്ണമായും സ്തംഭിച്ച രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ചരക്ക് കപ്പലുകൾ ഈ മേഖല ഒഴിവാക്കിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. ഇതോടെ ചരക്കു ഗതാഗതത്തിൻ്റെ ചെലവ് കുതിച്ചുയരുമെന്ന ആശങ്കയുമുണ്ട്.